തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് കുറിച്ചത് ഇപ്രകാരമാണ്: താൻ നിർദ്ദേശിച്ച ആണവ കരാറിൽ ഇറാൻ ഒപ്പുവയ്ക്കേണ്ടതായിരുന്നു. അത് ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമായിരുന്നില്ല. ഇത് ദുഃഖകരമാണെന്നും ഇറാൻ ഒരിക്കലും അണ്വായുധം നിർമ്മിക്കാൻ പാടില്ലെന്നും ഈ സാഹചര്യത്തിൽ എല്ലാ ജനങ്ങളും ടെഹ്റാൻ വിട്ടു പോകണമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതിനു ശേഷം വലിയ പലായനമാണ് ടെഹ്റാനിൽ നടക്കുന്നത്. ഈ ഉത്തരവ് നൽകിയതിനു ശേഷം കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ നിന്നും ട്രംപ് പിൻവാങ്ങി വാഷിംഗ്ടണിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത് ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ അമേരിക്ക കൈക്കൊള്ളുന്ന സൈനിക നടപടിക്കുള്ള ഒരുക്കമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിൽ 45 പേര് ഇറാനിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രിയിലെ കനത്ത ആക്രമണത്തിനു ശേഷം ഇന്നും ഇറാനിലെ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഇറാന്റെ ഏറിയ പങ്കും എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിക്കുകയും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കത്തി ചാമ്പലാകുകയും ചെയ്തു. തലസ്ഥാന നഗരിയായ ടെഹ്റാന്റെ കിഴക്കും തെക്കുകിഴക്കും വൻ സ്ഫോടനങ്ങൾ നടന്നു. കൂടാതെ ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ ഖുജസ്ഥാൻ പ്രവിശ്യയിലെ അഹ്വാസ് നഗരത്തിലും വൻ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഇറാൻ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ ഡ്രോണുകളും 10ഓളം മിസൈലുകളും അയച്ചു. മിസൈൽ പ്രതിരോധ സംവിധാനം അവ തകർത്തതായാണ് റിപ്പോർട്ട്. അപകടമോ പരിക്കോ എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടാതെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ജോർദാൻ, ഈജിപ്റ്റ് വഴി ഒഴിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.